നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽപ്പെട്ട RJD അംഗത്തിന്റെ വോട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതോടുകൂടി ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം UDF RMPI ജനകീയ മുന്നണിക്ക് ലഭിച്ചു. കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണനാണ് പ്രസിഡന്റായത്. ഈ സന്തോഷ വാർത്ത ആഘോഷിക്കാൻ ഉടൻ തന്നെ ആ സ്ഥലത്ത് KK രമയും ഷാഫി പറമ്പിലും എത്തിയിരുന്നു. ഇരു മുന്നണികൾക്കും 7 വീതം സീറ്റുള്ള ഇവിടെ നറുക്കെടുപ്പാണ് പ്രതീക്ഷിച്ചത് എങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് അരങ്ങേറിയത്. വോട്ടെണ്ണിയപ്പോൾ UDF RMPI സ്ഥാനാർത്ഥി കോട്ടയിൽ രാധാകൃഷ്ണന് 8 വോട്ട് കിട്ടി. LDF സ്ഥാനാർത്ഥി CPMലെ KM സത്യന് 6 വോട്ടും. ഇതോടെ നറുക്കെടുപ്പില്ലാതെ തന്നെ കോട്ടയിൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി. RJD അംഗം രജനി തെക്കേ തയ്യലിന്റെ വോട്ടാണ് മാറിയത്. അബദ്ധത്തിൽ വോട്ട് മാറിയതായാണ് ഇവർ വിശദീകരിക്കുന്നത്. വോട്ട് ചെയ്ത ഉടൻ തന്നെ തെറ്റു മനസ്സിലായതിനെ തുടർന്ന് വോട്ട് വീണ്ടും ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനുവദിച്ചില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് രജനി വരണാധികാരിക്കും കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. വോട്ട് മറിച്ചത് വിഷയം CPMൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതോടെ LDFലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ മാറി. RJDയിലെ MK പ്രസന്നനെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംഭവത്തോടെ RJD പിന്മാറുകയും സീറ്റ് CPMന് വിട്ടു നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നില തുല്യമായതോടുകൂടി നറുക്കെടുപ്പ് നടത്തുകയും CPMലെ പ്രീതി മോഹൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മുസ്ലിം ലീഗിലെ ജസ്മിന കല്ലേരിയായിരുന്നു എതിർ സ്ഥാനാർത്ഥി. ഇരുവർക്കും 7 വീതം വോട്ട് കിട്ടി. നറുക്കെടുപ്പിൽ ഭാഗ്യം പ്രീതിക്കൊപ്പമായതോടുകൂടി LDFന് നേരിയ ആശ്വാസവുമായി. നറുക്കെടുപ്പില്ലാതെ തന്നെ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതോടുകൂടി ജനകീയ മുന്നണി ക്യാമ്പ് ആഹ്ലാദത്തിലാണ്. ഷാഫി പറമ്പിൽ MP, KK രമ MLA, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറൽ അബ്ദുള്ള, RMPI സംസ്ഥാന സെക്രട്ടറി N വേണു തുടങ്ങിയവർ അഭിനന്ദനം അറിയിക്കാൻ സ്ഥലത്തെത്തി. എന്തായാലും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനകീയ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ജനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നേരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ പാറക്കലും ബഹുമാന്യായ MLAയും പ്രിയപ്പെട്ട വേണുവേട്ടനും ജനകീയ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഒരു കാര്യം, ജനങ്ങൾ ജനകീയ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വോട്ടെടുപ്പിൽ അംഗങ്ങളും ജനകീയ മുന്നണിക്കൊപ്പം നിന്നത് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. എന്താണെങ്കിലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തെല്ലും അഹങ്കാരമില്ലാതെ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനം പ്രിയപ്പെട്ട ശ്രീ കോട്ടയിൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നണി ഇവിടെ സാധ്യമാക്കും. കഴിഞ്ഞ തവണ അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നിരവധിയായ നവീനമായ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 1.5 കൊല്ലക്കാലത്തിനിടക്ക് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കേണ്ടായി. ആർട്ട് ഗാലറി തൊട്ട് തീരദേശ മേഖലയിലെ ഇടപെടലുകൾ വരെ ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിലുള്ള അപ്പം അതിനൊക്കെ തുടർച്ചയുണ്ടാകും. ഈ തീരുമാനം ശരിയായിരുന്നു എന്നത് 100% ജനങ്ങൾ അംഗീകരിക്കും. ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത്, നമ്മുടെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് കൂടി UDFന് ലഭിച്ചിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്, പേരാമ്പ്ര പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, കൂത്താളി പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 10-25 വർഷത്തിന് ശേഷം, അതുപോലെ തന്നെ ചങ്ങരോത്ത് തിരിച്ചു പിടിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടില്ല അവിടുത്തെ പറഞ്ഞിട്ടില്ല അവിടെ ചെറുവണ്ണൂർ നിലനിർത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചരിത്ര നേട്ടം അവിടെ സാധ്യമായി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയത്, കുറ്റ്യാടിയിലേക്ക് കടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മണിയൂർ എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമെന്ന് പലരും വിധി എഴുതിയെടുത്ത് ജനങ്ങൾ ഈ പറയുന്നത് പോലെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ചിട്ടാണ് അവിടെ ജനകീയ മുന്നണിയുടെ വിജയം മണിയൂരിൽ സാധ്യമായത്. പുറമേരി പഞ്ചായത്തൊക്കെ ഭരണം കിട്ടുക എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു സംവിധാനമായിരുന്നു. 35 വർഷം 3.5 പതിറ്റാണ്ടിന് ശേഷം ഉണ്ടാകുന്ന ചരിത്ര നേട്ടങ്ങളിലേക്ക് UDFനെ ജനകീയ മുന്നണിയൊക്കെ കൈപ്പിടിച്ച് നടത്തിയ വടകരയിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അവരർപ്പിച്ച വിശ്വാസം കാക്കുന്ന പ്രവർത്തനങ്ങളിൽ താഴെത്തട്ടിൽ ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഭരണസമിതികൾ, ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നടപ്പിലാക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങളുടെ ജയമോ പരാജയമോ രണ്ടും ഒരാൾക്ക് നേരെയുള്ള അതിക്രമത്തിനോ ഏതെങ്കിലും ഒരു ഫ്ലെക്സ് ബോർഡുകളോ ഒരു ഓഫീസുകളോ ഒന്നും തകർക്കുന്നതിനുള്ള കാരണമായി ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അത് ജനങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇവിടെ ചിലർ ജയിച്ചാലും പ്രശ്നമാണ്, പരാജയപ്പെട്ടാലും പ്രശ്നമാണ്. രണ്ടിൻ്റെയും പേരിലുള്ള പ്രതികരണങ്ങൾ അതിര് കടക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഏറാമല ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഒരു പ്രകോപനവും
UDF ജനകീയ മുന്നണിയോ സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ ജനവിധിയെ ആദരവോടുകൂടി നോക്കിക്കണ്ട് വിനയത്തോടെ നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. തുടർന്നും ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം. ഇതൊക്കെ പൂർത്തിയാവണമെങ്കിൽ ഒരു വോട്ടും കൂടെ ഉണ്ട്. അതും കൂടെ ജനങ്ങൾ അവരുപയോഗിച്ച ഇത്തരത്തിൽ വളരെ ചിന്തിച്ചുപയോഗിച്ച ഈ വോട്ടവകാശം പോലെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും അവർ അങ്ങനെ തന്നെ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വടകരയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഏറാമല പഞ്ചായത്തും ഒഞ്ചിയം പഞ്ചായത്തും ഒക്കെ ഇവിടെ വലിയൊരു ഫൈറ്റിലാണ് നിലനിർത്തിയിരിക്കുന്നത്. അഴിയൂർ പോലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോൾ ചില വാർഡിൻ്റെ വോട്ട് കണക്കൊക്കെ എടുക്കുമ്പോൾ അവർക്ക് അവരുടെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ചില വോട്ടിംഗ് പാറ്റേൺ ചില വാർഡുകളിലുണ്ട് എന്നുള്ളതും നിഷേധിക്കാൻ കഴിയില്ല. അപ്പം ജനങ്ങൾ ഇവിടെ ജനകീയ മുന്നണിക്കൊപ്പമുണ്ട്, UDFനൊപ്പമുണ്ട്. അവർക്കൊരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. പ്രിയപ്പെട്ട കോട്ടയം